Android programming. Dear students, yesterday we will discuss about development environment. Then Ali പറഞ്ഞ concept ആയിരുന്നു ഒന്ന് JDK, then SDK, and the third one Eclipse or Android Studio. ഇതാണ് എൻ്റെ environment പറഞ്ഞിരുന്നു. So ഇന്ന് നമുക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. Download JDK. JDK version 5.0 onwards അല്ലെങ്കിൽ 6.0 മിനിമം 6.0 എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ കഴിയുള്ളൂ. ഫസ്റ്റ് ജാവ SC സ്റ്റാൻഡേർഡ് എഡിഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് JDK ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ആ വരുന്ന പേജിൽ താഴെ നമുക്ക് കാണാൻ പറ്റും എല്ലാ വെർഷൻസും അവൈലബിൾ ആണ്. ലിനക്സിന്റെ എല്ലാ വെർഷൻസും ഉണ്ട്. ദെൻ മാക് OS ഉണ്ട്, വിൻഡോസ് ഉണ്ട്. വിൻഡോസ് 64 വിത്ത് ഇൻസ്റ്റാളേഷൻ ആണ് പറയുന്നത്. JDK 15.0.1 ലേറ്റസ്റ്റ് വെർഷൻ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ക്ലിക്ക് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ഏത് വെർഷനും പറ്റും, മിനിമം 5 എങ്കിലും വേണം, 5 or 6 അതുണ്ടെങ്കിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഡൗൺലോഡ് ചെയ്യും. JDK നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, പ്രിപ്പയർ ടു ഇൻസ്റ്റാൾ. നെക്സ്റ്റ് ഇവിടെ ഏത് ഭാഗത്താണ് ഇൻസ്റ്റാളേഷൻ്റെ കമന്റ് നോക്കുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യും. ജാവ റൺ ടൈം എൻവയോൺമെന്റ് JR ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ വെർഷൻ 8 ആണ് ജാവയുടെ വെർഷൻ. SDK 8, 15 ആണ് ലേറ്റസ്റ്റ് വെർഷൻ. ഞാൻ ഇവിടെ 8 ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് എഡിഷൻ ആണ് 8 വരുന്നത്. ഓക്കെ, ജാവയുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി, സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ്. ഓക്കെ, അപ്പോൾ ജാവ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ജാവയുടെ പാത്ത് സെറ്റ് ചെയ്യണം അല്ലേ. പാത്ത് എങ്ങനെ സെറ്റ് ചെയ്യുക? നമ്മൾ മൈ കമ്പ്യൂട്ടറിൽ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഏതാ, അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ്. ഈ വരുന്ന വിൻഡോയിൽ താഴെ എൻവയോൺമെന്റ് വേരിയബിൾസ് ഉണ്ടാവും. ഈ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെ പാത്ത് എന്ന് പറഞ്ഞ ഐഡി ഉണ്ട്, പാത്ത് ദിസ് വൺ. ദെൻ എഡിറ്റ് ചെയ്യാം. എഡിറ്റിൽ ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ പാത്ത് അഡ്രസ്സ്, ജാവയുടെ പാത്ത് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് എവിടുന്നാ കിട്ടുക? നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഡ്രൈവിൽ ഉണ്ടാവും. സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ ജാവയിൽ JDK ആണ്. JDK ബിന്നിലാണ് JDK വെർഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് URL ഇവിടുന്ന് കോപ്പി ചെയ്യുക. അത് നമുക്ക് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ JREയുടെ ഫയലും വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ന്യൂ ക്ലിക്ക് ചെയ്യുക. അതുപോലെ JRE എവിടെയായിരുന്നു? തൊട്ടുപുറത്തുണ്ടാവും JRE. ഇതാ ജാവ റൺ ടൈം എൻവയോൺമെന്റ്, അതിന്റെ ബിൻ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോപ്പി ചെയ്യാം. ന്യൂ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ JDK കിട്ടി, JRE കിട്ടി. ഓക്കെ ചെയ്യാം. അപ്പോൾ JDK ഇൻസ്റ്റാൾ ചെയ്തു, അതിന്റെ പാത്ത് നമ്മൾ സെറ്റ് ചെയ്തു. ക്ലിയർ. ഇനി നമുക്ക് എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം മതി. ഓക്കെ, സോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ചെയ്യുന്നെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ എക്ലിപ്സ് ആണെങ്കിൽ എക്ലിപ്സ് നമുക്ക് വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ റൺ ചെയ്യണമെങ്കിൽ ഒരു സിസ്റ്റം കോൺഫിഗറേഷൻ i7 സിസ്റ്റമെങ്കിലും വേണം, i7 പ്രോസസർ വേണം. അതുപോലെ റാം ഒരു 8 GB എങ്കിലും വേണ്ടി വരും നല്ല സ്മൂത്തായി വർക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വർക്ക് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല കപ്പാസിറ്റി മെഷീൻസ് ഒക്കെ ആണെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ രണ്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. സോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഒരു വെബ്സൈറ്റ് ആണ് കാണിക്കുന്നത്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ 4.1.1 അല്ലേ, ഇതാണ് അതിന്റെ വെർഷൻ. 64 ബിറ്റിലോട്ടാണ്, വിൻഡോസിന്റെ 64 ബിറ്റിലോട്ടാണ്. ടോട്ടൽ ഫയൽ സൈസ് 896 MB. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു IDE ആണ്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. ഈ ഇന്റർഫേസിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുക ആൻഡ്രോയിഡ്. ഇതാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ കണ്ടന്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ SDE ഇൻസ്റ്റാൾ ചെയ്യാം. SDK നമുക്ക് യൂസ് ചെയ്യുന്ന IDE റെപ്രസെന്റേഷൻ ആണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ IDE വിൻഡോസ് EXE. ഇവിടെ പറയുന്നത് 64 ബിറ്റിലാണ് IDE. ഇവിടെ പറയുന്നത് ഇത് EXE ഫയൽ ഇല്ലാത്ത കണ്ടീഷനാണ്. നമുക്ക് സിപ്പ് വഴിയാണ് റാർ ഫയലാണ് കിട്ടുക. ഓക്കെ, അത് എക്സ്ട്രാക്ട് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇൻസ്റ്റാളേഷൻ ഫയലാണ് കിട്ടുക, ഇൻസ്റ്റാൾ ചെയ്യണം. ഈ രണ്ടും വ്യത്യാസമുണ്ട്. നമുക്ക് ഏത് വേണം ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യുന്ന കണ്ടന്റ് പറഞ്ഞുതരാം. എക്ലിപ്സ് ഫോർ ആൻഡ്രോയിഡ്. ഓക്കെ, എക്ലിപ്സ് ഫോർ ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ് കണ്ടോ, ഇതാണ് എക്ലിപ്സിന്റെ വെബ്സൈറ്റ്. ഇവിടെ നമ്മൾ എക്ലിപ്സ് ഫോർ ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ് ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. 64 ബിറ്റിന്റെ വെർഷൻ, വിൻഡോസിലോട്ടുള്ള 64 ബിറ്റ്. നമുക്ക് ഓൾഡർ വെർഷൻ അവൈലബിൾ ആണ്. ഇവിടെ ഓൾഡർ വെർഷൻസ് ഇവിടെ ഉണ്ട്, നമുക്ക് ഏതും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ 64 ബിറ്റും ഡൗൺലോഡ് ചെയ്യാം.
ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫയൽ ഇൻസ്റ്റാളേഷൻ വർക്ക് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 3 ഫയലുകളും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ JDK ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു. ഇതെല്ലാം റാർ ഫയലുകളാണ്. അതുപോലെ SDK നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. അതുപോലെ Eclipse നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. അത് രണ്ടും റാർ ഫയലാണ്, അത് എക്സ്ട്രാക്ട് ചെയ്യാം. ഫസ്റ്റ് Eclipse റാർ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ഫയൽസ്. ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന ലൊക്കേഷൻ ഡിയിൽ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഫോൾഡർ, ആ ഫോൾഡറിനകത്താണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ Eclipse റാർ ഫയൽ എക്സ്ട്രാക്ഷൻ പ്രോസസ് ആണ് പോയി. അതുപോലെ SDK, ഞാൻ SDK സെയിം ലൊക്കേഷനിൽ SDKയും ചെയ്യാണ്. SDK. ഓക്കെ, സോ ഈ 3 ഫയൽസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിടാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതൊരു സ്റ്റാൻഡേർഡ് വെർഷൻ ആയിട്ടുള്ളത്. JDKന് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ അല്ല, Eclipseും ലേറ്റസ്റ്റ് വെർഷൻ അല്ല, അതുപോലെ SDKയും. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വെർഷൻ, നമ്മൾ കുറച്ച് മെമ്മറി സിസ്റ്റം കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫയൽസ് ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇന്റർനെറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ലേറ്റസ്റ്റ് വെർഷൻ. പക്ഷേ ഇത് കസ്റ്റമൈസ് ചെയ്ത വളരെ ചെറിയ ലൈറ്റർ വെർഷനാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതുവഴി നമുക്ക് പ്രോഗ്രാമൊക്കെ റൺ ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ 3 ഫയൽസും JDK ഇൻസ്റ്റാൾ ചെയ്തു. ബാക്കി 2 ഫയൽസുകളും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് കോപ്പി ചെയ്യുന്ന കണ്ടന്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഡി ഡ്രൈവിൽ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, ഡി ഡ്രൈവിൽ SDK എന്ന ഫോൾഡർ വന്നിട്ടുണ്ട്. അതുപോലെ Eclipse എന്ന ഫോൾഡർ ഉണ്ട്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഫയൽ. ഇവിടെ Eclipse SDK നോക്കി, SDK ഇവിടെ SDK മാനേജർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് അത് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പൊ നിലവിലുള്ള ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്, ഏതൊക്കെ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുള്ളത് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഈ SDK എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ലേറ്റർ വെർഷൻ ആക്കി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് കണ്ടന്റ്, ഇതാണ് SDK. ഇവിടെ എല്ലാം കാണിക്കും, ഏതൊക്കെ ഫയൽസ് ഇൻസ്റ്റാൾഡ് ആണെന്ന് കാണിക്കും. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതോടെ കംപ്ലീറ്റ് ഫെച്ച് ചെയ്യും. ലേറ്റസ്റ്റ് വെർഷൻ ഏതൊക്കെയാണ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ കാണിക്കും. ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ വെർഷൻസും അവൈലബിൾ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വേണ്ട SDK ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, SDKയുടെ വെർഷൻ മിനിമം 1.6 എങ്കിലും വേണം. ഫ്രോയോ വെർഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുത്തപ്പോൾ, അല്ലേ? അതാണ് 1.6 ഫ്രോയോ API 4. ലേറ്റസ്റ്റ് വെർഷൻ ഇപ്പോൾ 10, 11 ഒക്കെ ഉണ്ട് വെർഷൻ. ഏതാണല്ലോ വെർഷനിൽ ഇവിടെ കാണാൻ പറ്റും. വെയിറ്റ് ചെയ്യാം നമുക്ക്. സോ ഇവിടെ ഇൻബിൽഡ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു. ആ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്ത സമയത്തുള്ള ഫയൽസ് ആണത്. മാക്സിമം ഇതിലെ വെർഷൻ 4.4 വരെ ഉള്ളൂ. API 19 ഇത്രയും വെർഷൻ ഉള്ളൂ. അതായത് കിറ്റ്കാറ്റ് വരെ ഉള്ളൂ കണ്ടന്റ് ഇതിലുള്ളൂ. അതിനുശേഷം 5.0, 6.0, 8.0, 9.0, 11.0 വരെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ ഒന്ന് കണക്ട് ചെയ്തതിനു ശേഷം, കണക്ഷൻ ഓക്കെ ആയതിനു ശേഷം ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വെർഷൻ നിങ്ങൾക്ക് 9.0 വേണമെങ്കിൽ ചെയ്യാം, 10.0, 11.0 ലേറ്റസ്റ്റ് വെർഷൻ വരെ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. കിറ്റ്കാറ്റ് വെർഷൻ വരെയുള്ള ആപ്ലിക്കേഷൻസ് ഇത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. 4.4 വരെയുള്ള കണ്ടന്റ് ഇതിലുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കണ്ടന്റ് ആണ് അത്ര കേസസ് പറഞ്ഞത്. മാക്സിമം നമുക്ക് അതിനൊക്കെ ഇപ്പുറമുള്ള കണ്ടന്റ് കിട്ടും. 8.0, 9.0 ഒക്കെ ഇന്റർനെറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് എന്ന് പറയുന്ന വിഷയം. ഓക്കെ അല്ലേ? ഇത് നമുക്ക് Eclipse ഓപ്പൺ ആക്കി നോക്കാം. Eclipse എന്ന് പറഞ്ഞ കണ്ടന്റ് ഇവിടെയാണ് നമ്മുടെ Eclipseന്റെ സോഫ്റ്റ്വെയർ, eclipse.exe. ഇതാണ് നമ്മൾ IDE. Eclipse ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ആയി വരുമ്പോൾ ADT ആണ് വരിക, ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾ, ADT. നോർമൽ Eclipse അല്ല ഇത്. ഡൗൺലോഡ് Eclipse കൊടുത്താൽ Eclipse ആണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്, പ്ലാറ്റ്ഫോം മാത്രമാണ്. പക്ഷെ ഇവിടെ ആൻഡ്രോയിഡ് വെർഷൻ ആണ് Eclipse വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് Eclipse ഫോർ ആൻഡ്രോയിഡ് എന്ന് കൊടുത്തത്, Eclipse ഫോർ ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ്. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആയി വരുമ്പോൾ Eclipse എന്ന് വരാതെ ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾസ് എന്നാണ് കണ്ടന്റ് വരുന്നത്, ADT. ഓക്കെ, അപ്പൊ ഇത് ഓപ്പൺ ആയി വരുമ്പോഴാണ് ആൻഡ്രോയിഡ് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. മറ്റേതിൽ ജാവ അല്ലെങ്കിൽ C++, C ഒക്കെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു Eclipseന്റെ ഒരു IDE ആണ്, നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ പോലെ. അതിൽ ആൻഡ്രോയിഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ്രോയിഡ് വർക്ക് ചെയ്യണമെങ്കിൽ Eclipse ഫോർ ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിൽ സെപ്പറേറ്റ് വെർഷൻ ആയി കിട്ടും. ഓക്കെ, 22.01 ആണ് ഇതിന്റെ വെർഷൻ. ലോഡ് ചെയ്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ടൈം ലോഡ് ചെയ്യല്ലേ? ഫസ്റ്റ് ടൈം ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് സെറ്റ് ചെയ്യണം? JDK പാത്ത് സെറ്റ് ചെയ്തു. അതുപോലെ Eclipse ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എന്താ സെറ്റ് ചെയ്യുക? വർക്ക് സ്പേസ്. അപ്പൊ ഇവിടെ ലോഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട് ഏതാ? വർക്ക് സ്പേസ് ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾ കിറ്റ്. ഇവിടെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, ഇതുപോലെ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ കാണുന്നത് കണ്ടോ? വർക്ക് സ്പേസ് സെറ്റ് ചെയ്യാൻ ഡി വർക്ക് സ്പേസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഡി വർക്ക് സ്പേസ്, വർക്ക് സ്പേസ് 1 കൊടുക്കാം അല്ലെ? ഓൾറെഡി വർക്ക് സ്പേസിന്റെ ഫയലിലുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, വേറെ നമ്പർ കൊടുക്കുക, ദാറ്റ് ഈസ് വർക്ക് സ്പേസ് 1. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും ഫസ്റ്റ് തന്നെ. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, then ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ലോഡ് ചെയ്ത് വരും. നോക്കാം.
സോ ലോഡ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ കാണാൻ കഴിയും. ഈ വിൻഡോയിൽ നമുക്ക് ഇവിടെ ന്യൂ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഒന്നുകിൽ ഇത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യാം, രണ്ടും ചെയ്യാം. ഓക്കെ, സോ ന്യൂ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാൻ കണ്ടന്റ് ഇവിടെ പറഞ്ഞു തരുന്നുള്ളൂ. ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള കണ്ടന്റ് ഇവിടെ വരും. ഓക്കെ, ആ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതാണ് അതിന്റെ ഇന്റർഫേസ്, ഐഡിയുടെ ഇന്റർഫേസ്. ഓക്കെ, സോ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യാനുള്ള ഐഡിയിലോട്ട് നോർമലി എത്തി. ക്ലിയർ അല്ലേ? ഒരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത്, ഇവിടെ ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ വിൻഡോ എന്ന് പറഞ്ഞ മെനുവിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ പ്രിഫറൻസസ് ക്ലിക്ക് ചെയ്യുക. പ്രിഫറൻസസ് ഇതിൽ SDK എവിടെ റൺ ചെയ്യുന്ന ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ SDK ഇൻസ്റ്റാൾ ചെയ്ത ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം. അത് ആൻഡ്രോയിഡ് SDK. ഇതിന്റെ അകത്താണ് SDK മാനേജർ ഉണ്ടാവുക. കണ്ടോ, ഈ ഒരു ലൊക്കേഷനിൽ SDKന്റെ അകത്തുണ്ടോ SDK മാനേജർ. ഇവിടെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ SDK മാനേജർ 4.0 അല്ലെങ്കിൽ 6.0 ഒറിയോ നോഗട്ട് അങ്ങനെ വെർഷൻ വരില്ലേ, ആ വെർഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് SDK മാനേജർ. ഇതിന്റെ പാത്ത് നമ്മൾ ഇവിടെ കൊടുക്കണം, ഇവിടെ. ഓക്കെ, ഇത് ഓക്കെ കൊടുത്തതിന് ശേഷം ഒരു അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആയിട്ട് അതിന്റെ കറക്റ്റ് ഇപ്പോൾ റൺ ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ കാണാൻ പറ്റും. ഏത് പ്ലാറ്റ്ഫോമാണ്? ആൻഡ്രോയിഡ് 4.2. സോ ഈ ഒരു വെർഷനാണ് റൺ ചെയ്യുന്നത് പ്ലാറ്റ്ഫോം. ഈ API 17. ഇവിടെ ലേറ്റസ്റ്റ് വെർഷൻ നമുക്ക് 8.0 കൊടുത്തു കഴിഞ്ഞാൽ, അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 8.0. SDKയുടെ ലേറ്റസ്റ്റ് വെർഷൻ നമുക്ക് ഇവിടെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യണ്ടേ, ആ റൺ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഇവിടുന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇന്ന് പറഞ്ഞ കാര്യം JDK ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു, പാത്ത് സെറ്റ് ചെയ്തു, കൂടെ JREയുടെ ജാവ റൺ ടൈം എൻവയോൺമെന്റ്, അതുപോലെ SDK ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു, അതുപോലെ എക്ലിപ്സും ചെയ്തു. ഇത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, സിസ്റ്റം കുറച്ച് കപ്പാസിറ്റി വേണമെന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്ലിപ്സ് ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി പ്രോഗ്രാം ചെയ്യുന്ന കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.